ഇടുക്കി കുമളിയിൽ ഇസ്രായേൽ സഞ്ചാരിയെ കശ്മീരി വ്യാപാരികൾ അപമാനിച്ച സംഭവത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച. സംഭവ സ്ഥലത്ത് എത്താനോ കേസെടുക്കാനോ പോലീസ് തയ്യാറായില്ല. അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ നഷ്ടപ്പെടുന്ന സംഭവത്തിലാണ് സംസ്ഥാന സർക്കാരിനും അനാസ്ഥ ഉണ്ടായതെന്ന ആരോപണം. സംഭവവുമായി ബന്ധപ്പെട്ട് വിവിധ രഹസ്യാന്വേഷണ ഏജൻസികൾ പ്രാഥമിക റിപ്പോർട്ടും സമർപ്പിച്ചു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് കുമളിയിൽ മുസ്ലിം മതവിശ്വാസികളായ കാശ്മീരി സ്വദേശികൾ നടത്തുന്ന വ്യാപാര സ്ഥാപനത്തിൽ ഇസ്രായേലി സ്വദേശിനിയെ അപമാനിച്ചിറക്കി വിട്ടത്. വ്യാപാര സ്ഥാപനത്തിലുള്ളത് ഇസ്രായേൽ വംശജയാണെന്ന് മനസ്സിലാക്കിയ കട ഉടമ ഹയാസ് അഹമ്മദ് റാത്തർ ഇസ്രായേലുകാർക്ക് സാധനം നൽകില്ലെന്നും ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. സംഭവം വിവാദമായിട്ടും വിഷയത്തിൽ പോലീസ് ഇടപെടൽ ഉണ്ടായില്ല എന്നതാണ് ശ്രദ്ധേയം. ഇന്ത്യയിലെത്തുന്ന ഇസ്രായേലി പൗരന്മാർക്ക് പ്രത്യേക സംരക്ഷണവും പരിഗണനയും ഏർപ്പെടുത്തണമെന്ന കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശം നൽകിയിരുന്നു. ഇത് ാണ് സംസ്ഥാന സർക്കാരും പോലീസും സംഭവത്തെ നിസാരവൽക്കരിച്ചത്. കാശ്മീരി വ്യാപാരികളുടെ പശ്ചാത്തലമോ മറ്റ് ബന്ധങ്ങളോ അന്വേഷണ വിധേയമാക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. പോലീസിന്റെയും സർക്കാരിന്റെയും വീഴ്ച സംബന്ധിച്ച് വിവിധ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ മറ്റിടങ്ങളിലും ഇസ്രായേൽ വംശജർക്കെതിരായി ഒരു വിഭാഗം നിലപാടെടുക്കുമ്പോൾ സംസ്ഥാന സർക്കാർ മൗനം തുടരുകയാണ്. ഇതിനിടെ വ്യാപാര സ്ഥാപനത്തിലേക്ക് ഉടമകളായ കാശ്മീരി വ്യാപാരികൾ എത്തരുതെന്ന് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇവർക്ക് സ്ഥാപനം ഇനി വിട്ടു നൽകില്ല എന്ന നിലപാടിലാണ് കെട്ടിടമുടമ. കാശ്മീരി വ്യാപാരികൾ കുമളിയിൽ കച്ചവടം നടത്തുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വിലക്കി. വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെയും പോലീസിന്റെയും നിരുത്തരവാദ നിലപാടിൽ പ്രതിഷേധിച്ച് കാസയും ന്യൂനപക്ഷ മോർച്ചയും സംയുക്ത പ്രതിഷേധത്തിനൊരുങ്ങുകയാണ്. ഇന്ന് വൈകിട്ട് കുമളിയിൽ പ്രകടനവും യോഗവും ചേർന്ന് പ്രതിഷേധ പരിപാടിക്ക് തുടക്കം കുറിക്കാനാണ് ഇരു സംഘടനകളുടെയും തീരുമാനം. ജനം, ഇടുക്കി.